ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണി കൃഷ്ണന്റെ അടുത്ത് തന്റെ മനസ്സ് തുറക്കുകയാണ്. അതായത് മാനസമേടത്തിന് യഥാർത്ഥത്തിൽ കൃഷ് സാറിനോട് സ്നേഹമില്ല, പകരം വീട്ടാൻ വേണ്ടി മാത്രമാണ് കൃഷ് സാറിനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. ആദ്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ കൃഷ്ണ മാനസിയുടെ കാര്യമായോണ്ട് ദേഷ്യം വരികയാണ്. എങ്കിലും കൺമണി പറഞ്ഞ് മുഴുമിപ്പിച്ചിട്ടുണ്ടാകണം. അതുകൊണ്ട് കൃഷ് പറയുന്നുണ്ട്, എന്റെ ജീവിതം തകർത്തത് വേറെ ആരുമല്ല, കൺമണി തന്നെയാണ്. ഞാൻ പലതവണ കൺമണിയോട് പറഞ്ഞതാണ് എനിക്കിപ്പോൾ ഒരു വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, മാനസയെ ഞാൻ അങ്ങനെ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മാനസയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്താൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ അച്ഛനും അമ്മയും ഞാൻ അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഒട്ടും സമാധാനമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് കൺമണി ഞങ്ങൾക്കരികിലേക്ക് വരുന്നതും പിന്നെ മാനസയായിട്ട് കൂട്ടാകുന്നതും. മാനസയും കൺമണിയും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ കൺമണിയായിട്ട് അതൊന്നും തുറന്നു പറഞ്ഞിട്ടുമില്ല. ഇതൊക്കെ കേട്ട് കൺമണിയുടെ മുഖം ഒന്ന് പതറുന്നുണ്ട്, കണ്ണൊന്ന് പതറുന്നുണ്ട്. ഇത് കണ്ട് കൃഷ്ണന് കാര്യം മനസ്സിലാകുന്നു. ആ സമയം കൺമണി കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, ഞാനാണല്ലോ ആ എൻഗേജ്മെന്റ് വേഗം നടത്താനുള്ള കാരണക്കാരി. അതിന് കൃഷ് സാറിന് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടാകുമെന്ന് എനിക്കറിയാം. ഒന്നും വേണ്ടായിരുന്നു, എല്ലാം എന്റെ തെറ്റ് തന്നെയാണ്. മാനസ മേഡത്തെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. ഒരു ദിവസം മാനസ മേഡം കരഞ്ഞിട്ട് പറയുകയായിരുന്നു കൃഷ് സാറിനെ മാനസ മേഡം ജീവന് തുല്യം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം. അത് വിശ്വസിച്ചിട്ടാണ് ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത്. പക്ഷെ ഇനിയെങ്കിലും വിവാഹത്തിൽ നിന്ന് പിന്മാറണം, ആ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. അതേസമയം മഹേഷും കൃഷും ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. കൺമണി എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് കൃഷ് ചോദിക്കുന്നുണ്ട്. ഞാനാണ് സാഗർ സാറിനെയും ആന്റിയമ്മയും സുജാത മേഡത്തെയും മനഃപൂർവ്വം പറഞ്ഞയച്ചത്. അവരാകെ മുഷിഞ്ഞിരിക്കുകയല്ലേ. എന്തായാലും വീട്ടിൽ പോയി അവരൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ. അതുവരെ ഇവിടെ നിന്ന് കൃപയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് കൃഷ് പൊട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ വീട്ടുജോലിക്കാരിയോ, ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കാനുമല്ല നിനക്ക് ശമ്പളം തന്ന് നിർത്തിയിരിക്കുന്നത്. പിന്നെയോ, നീയാണെങ്കിൽ അലിയിലെ മെയിൻ ഡിസൈനറാണ്. ദേവിജി നിന്നെ ഡിസൈനർ ആക്കിയാലേ അലിഗയിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അതാണ് നിന്നെ അലിഗയിലേക്ക് ക്ഷണിച്ചത്. അതുകൊണ്ട് തന്നെ പറയണം, നീ ഇവിടെ നിന്നാൽ ശരിയാകില്ല. വേഗം അലിഗയിലേക്ക് തിരിച്ചു പോകണം, പോയേ മതിയാവൂ. ആ സമയത്ത് കൺമണിക്ക് നല്ല സങ്കടമാകുന്നുണ്ട്. കൃഷ്ണാണെങ്കിൽ നിർബന്ധിച്ച് പറഞ്ഞയക്കുന്നു. അതേസമയം ബെല്ലാവനോടായി സുമിത്ര പറയുന്നുണ്ട്, ദേ ഞാനൊരു കാര്യം പറയാം. ഒരു തിരിച്ചടി കൊണ്ട് നമുക്ക് ആ സഹകരണം തിളയ്ക്കാനായിട്ട് പറ്റില്ല. ഒന്നിനു പുറകെ ഒന്നായിട്ട് ഓരോന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അവനൊന്നും പ്രതികരിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അതോടെ അവന്റെ കാര്യത്തിൽ തീരുമാനമാകും. ആ സമയം ബെല്ലാമൻ ഒരു തീരുമാനത്തിൽ അങ്ങ് എത്തിച്ചേരുന്നു. അതായത് കൺമണിയെ ഇനി മുന്നിൽ നിർത്തിയിട്ടായിരിക്കും ഈ അലികയോട് കളിക്കുന്നതെന്ന്. എന്തായാലും ഓഫീസിലേക്ക് വരുന്ന കൺമണിയെ കണക്കറ്റ് ശകാരിക്കുന്നുണ്ട് വിദ്യ. ഒരുപാട് നാണം കെടുത്തുന്നുമുണ്ട്. ആ സമയത്ത് കൺമണി പറയുന്നുണ്ട്, പ്ലീസ് മാഡം ഒന്ന് നിർത്താമോ. എന്തായാലും അത് വിദ്യക്കുള്ള ഒരു താക്കീതാണ്. ഇനിയുള്ള വിശേഷങ്ങൾ എന്താണെന്നറിയാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.